അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയിൽ മുസ്ലിം പണ്ഡിതർ നൽകിയ സംഭാവനകൾ അത്യന്തം മഹത്തായവയാണ്. ഇസ്ലാമിക സ്വർണ്ണയുഗത്തിൽ വിജ്ഞാനം നേടുന്നത് ഒരു ആരാധനയായി കണക്കാക്കിയിരുന്നു. ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ പോലുള്ള സ്ഥാപനങ്ങൾ ലോക വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. ലോകം അറിവിന്റെ അന്ധകാരത്തിലായിരുന്നപ്പോൾ മുസ്ലിം പണ്ഡിതർ ശാസ്ത്രത്തിന്റെ പ്രകാശം പകർന്നു. പ്രിയമുള്ളവരെ, ഏതെല്ലാം ശാസ്ത്രരംഗത്താണ് മുസ്ലിം പണ്ഡിതർ പ്രകാശം പകർന്നു നൽകിയതെന്ന് എൻ്റെ കൂട്ടുകാർ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. എല്ലാവരും ഞങ്ങളുടെ പ്രോഗ്രാം ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗണിതശാസ്ത്ര രംഗത്ത് ഇമാം മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാസിമി നൽകിയ സംഭാവനകൾ ചരിത്ര പ്രസിദ്ധമാണ്. ആൽജിബ്ര വൽ മുഖാബല എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ആൽജിബ്രയ്ക്ക് അടിത്തറയിട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് അൽഗോരിതം എന്ന പദം രൂപപ്പെട്ടത്. പൂജ്യം ഉൾപ്പെടുന്ന സംഖ്യാവ്യവസ്ഥ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്ത് ഇബ്നു സീന, അവിസേന എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ മഹത്തായ സംഭാവനകൾ നൽകി. അൽ ഖാനൂൻ ഫിത്തിബ് എന്ന ഗ്രന്ഥം നൂറുകണക്കിന് വർഷങ്ങളോളം യൂറോപ്യൻ സർവകലാശാലകളിൽ പഠിപ്പിച്ചു. രോഗനിർണയം, ചികിത്സ, മരുന്നുകളുടെ പരീക്ഷണം എന്നിവയിൽ അദ്ദേഹം ശാസ്ത്രീയ സമീപനം അവതരിപ്പിച്ചു. ഭൂമിശാസ്ത്രത്തിലും യാത്രാവിജ്ഞാനത്തിലും മുസ്ലിം പണ്ഡിതർ മുന്നിലിരുന്നു. അൽ ഇദ്രീസി തയ്യാറാക്കിയ ലോക ഭൂപടം മധ്യകാലഘട്ടത്തിലെ ഏറ്റവും കൃത്യമായ ഭൂപടങ്ങളിൽ ഒന്നായിരുന്നു. സമുദ്രങ്ങൾ, നദികൾ, വ്യാപാരപാതകൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ യാത്രക്കാരെയും നാവികരെയും സഹായിച്ചു. ഭൗതികശാസ്ത്രത്തിലും ദൃശ്യശാസ്ത്രത്തിലും അൽ ഹൈതം നൽകിയ സംഭാവനകൾ അത്യന്തം പ്രധാനമാണ്. പ്രകാശം കണ്ണിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കാഴ്ച ഉണ്ടാകുന്നത് അദ്ദേഹം ശാസ്ത്രീയമായി തെളിയിച്ചു. ക്യാമറ ഒബ്സ്ക്യൂറ എന്ന ആശയം അവതരിപ്പിച്ച അദ്ദേഹം ആധുനിക ഓപ്റ്റിക്സിന്റെ പിതാവായി അറിയപ്പെടുന്നു. സമഗ്രമായി പറഞ്ഞാൽ മുസ്ലിം പണ്ഡിതർ ശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ നിരവധി മേഖലകളിൽ ലോകത്തിന് അമൂല്യ സംഭാവനകൾ നൽകി. അവർ വിജ്ഞാനത്തെ വിശ്വാസത്തോടും ധാർമ്മികത്തോടെയും ചേർത്തു. ഈ